കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ആനയോട്ടാണ്. മഞ്ജുളാലിൻ്റെ അവിടെ നിന്നാണ് ആനയോട്ടം. ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ലൈവായിട്ട് കൂടെ വരാം. എത്രണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. 3 മണി സമയമാണ്. നോക്കട്ടെ, പറ്റാവുന്ന തരത്തിൽ നമ്മളെ ഭക്തരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾക്ക് എന്തായാലും തൊഴാൻ പോവാം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴാം. അവിടുന്ന് സർവ്വവിഘ്നങ്ങളും മാറ്റിയിട്ട് വരാൻ നമുക്കങ്ങനെ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് പ്രവേശിക്കാം. വരുമ്പോൾ വാതിൽപ്പടിയുടെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ അകത്തേക്ക് നോക്കും. ആ നോക്കുന്ന നോട്ടത്തിൽ തന്നെ ആ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രകാശം, ആ സ്വർണ്ണ വിളക്കിലുള്ള പ്രകാശം അങ്ങനെ വരികയാണ് നമ്മുടെ കണ്ണിലേക്ക്. അപ്പോൾ തന്നെ ഭഗവത് ചൈതന്യം നമ്മിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിനെ ഒന്ന് നോക്കിയിട്ട്, ആ പീഠം നോക്കിയിട്ടൊന്ന് സ്മരിച്ചു. അതേപോലെ വലതുവശത്തെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ വരുമ്പോൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകളൊക്കെ അണിഞ്ഞ് കാണാനുള്ള പട്ട് ചേല ഇങ്ങനെ ഉടുത്തിട്ടുണ്ട്. മഞ്ഞ പട്ടാണ്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 കൈവളകൾ കാണാണ്ട്, ഒരു കയ്യിൽ താമര ഉണ്ട്, മറു കയ്യിൽ ഓടക്കുഴലുമുണ്ട്. ഇന്നത്തെ രൂപം അതാണ്. താമരയും ഓടക്കുഴലും അലങ്കരിച്ച് ഇട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. തോൾവളകൾ കാണാണ്ട്, ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ചുവന്ന തെച്ചിമാല ഉണ്ടൊന്ന്, തെച്ചിയും തുളസിയും കൂടി വെളുത്ത പൂവായിട്ടുള്ളൊരു മാലയും. അങ്ങനെ 2 ഉണ്ടമാലകളും തുളസിമാലയും താമരമാലയായിട്ടുള്ള തിരുമുടിമാലകളും കാണാണ്ട്. മൊത്തത്തിൽ വിഗ്രഹം നിറച്ച്, ചതുർബാഹുവായ വിഗ്രഹം നിറച്ച് മാലകളും എല്ലാം കൂടി കളഭാലങ്കാരമായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. ഒരു കയ്യിൽ ഓടക്കുഴലും മറു കയ്യിൽ താമരയും. അപ്പോൾ താമരക്കണ്ണാന്നും വിളിക്കാം, ഓടക്കുഴലുള്ള മുരളീധര സ്വരൂപമായിട്ടും നമുക്ക് കാണാം. ഏത് വേഷത്തിൽ വേണമെങ്കിൽ കാണാമെന്നർത്ഥം. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്താണ്. നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്നിട്ട് ഗുരുവായൂരപ്പനെ കാണുകയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ആദ്യ നാളുകളായ തുടക്കമാണ്. 10-ാം തീയതി ഉത്സവം എന്ന് പറഞ്ഞാൽ ഇന്ന് 3 മണിക്ക് ആനയോട്ടത്തോട് കൂടിയിട്ട് മഞ്ജുളാലിൻ്റെ അവിടുന്ന് ആന ഓടും. അങ്ങനെ ആ ഗോപുരത്തിൽ ആ കൊടിമരം വന്ന് തൊടുന്ന ആനയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ആ ആനയാണ് ഇനി 10 ദിവസം കഴിയോളം ഭഗവാന്റെ തിടമ്പേൽക്കുക. അതുപോലെ ഇന്ന് പഴുക്കാമണ്ഡപത്തിൽ വെച്ച് ദർശനം തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഉത്സവത്തിൻ്റെ. അതേപോലെ നാളെ ഉത്സവത്തിൻ്റെ കഞ്ഞി, പുഴുക്ക്, പപ്പടം, ശർക്കര, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് സദ്യ തുടങ്ങും. വൈകുന്നേരം സദ്യ, രാവിലെ 9 മണി മുതൽ കഞ്ഞിയും പുഴുക്കും തുടങ്ങും. എല്ലാ ഭക്തർക്കും അതൊക്കെ കഴിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് മുരളീധരനെ കണ്ട്, താമരക്കണ്ണനെ കണ്ട് തൊഴുതിങ്ങനെ ഇറങ്ങുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളും. അങ്ങനെ വരുമ്പോൾ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുക. അതേപോലെ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴുക. അതേപോലെ സപ്തമാതാക്കളെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് നല്ല ചുവന്ന കളഭം കൊണ്ട്, ചന്ദനത്തിന് ഇന്ന് ചുവന്ന കളറ് പോലെ ഉണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇട്ടിങ്ങനെ നല്ല രസമായിട്ടുള്ള അലങ്കാരം. വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം
ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെയും കണ്ടു തൊഴുതു. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ചെറിയ ഗണപതി കണ്ടു തൊഴുക. അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ മേൽശാന്തി അവിടുന്ന് കണ്ടു തൊഴാം. മേൽശാന്തി തന്നെയാണ് ഇന്ന് ഉച്ചപൂജ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. പിന്നീട് നമ്മൾ അർച്ചന പ്രസാദമൊക്കെ വാങ്ങി, അതേപോലെ വാമനസ്വരൂപവും ഗജേന്ദ്രമോക്ഷവും ഗരുഡാരൂഢനായ മഹാവിഷ്ണുവിനെയും ഒക്കെ കണ്ടു. അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴുതു. പിന്നീട് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായി ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ബാക്കി ദശാവതാര രൂപങ്ങളൊക്കെ കണ്ടു. ആ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ആ കൃഷ്ണനൊരു തുളസിമാല മാത്രം ചാർത്തിയിട്ടുണ്ട്. ആ മുരുകന് നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പോയി ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുക. ഹനുമാൻ സ്വാമിക്ക് ഇന്ന് കുങ്കുമൊന്നും കാണാനില്ല, ഒരു തുളസിമാല മാതിരി ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ടു തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുത് നേരെ ആ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. പടിഞ്ഞാറ് വശത്തേക്ക് നീങ്ങി നിന്നാൽ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ ആ ഗ്രില്ലിൻ്റെ അവിടേക്ക് വന്ന മണിക്കിണർ കാണാം. അതേപോലെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചാൽ ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ നൃത്തം ചെയ്യും നമ്മുടെ മായക്കണ്ണൻ. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് നേരെ കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും പ്രസാദമൊക്കെ വാങ്ങാം. തീർത്ഥമൊക്കെ വാങ്ങി എടത്തിരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴണ്ടേ. അങ്ങനെ വരുമ്പോൾ ഭഗവതി ഇന്ന് അധികം ആടയാഭരണങ്ങളൊന്നുമില്ല, വലിയൊരു നെക്ലസ് പോലത്തെ ഇതുണ്ട്. ചന്ദനമൊന്നും ചാർത്തിയിട്ടില്ല. അങ്ങനെ ഒരു വെളുത്ത എന്ന് പറഞ്ഞാൽ കോടി കളറ് പട്ട് സെറ്റ് മുണ്ട് പോലത്തെ അതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഭഗവതീനെ കണ്ടു തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. ഇനി കുറച്ചിങ്ങോട്ട് പോകുന്ന കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ കണ്ടു നോക്കുക, തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ മുകളിലേക്കൊന്ന് ഇങ്ങനെ നോക്കി വരാം. കൊടിമരത്തിൻ്റെ അവിടെ വന്നാൽ വീണ്ടും ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മൾ താമരയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഒന്ന് കയറി തൊഴുതു. വീണ്ടും അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നു. അയ്യപ്പസ്വാമിയും അതേപോലെ വലിയ അലങ്കാരമൊന്നും ആയിട്ടില്ല. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുതു വലം വെച്ചു. തൊഴുതു വരുമ്പോൾ പുറകുവശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തി. അവിടുന്ന് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ, അതേപോലെ കൊടിമരത്തിലെ വേണുഗോപാലിനെയൊക്കെ കണ്ട് തൊഴുതു. ഇന്നിപ്പോൾ അതേപോലെ ആനയില്ലാത്ത ശീവേലി ആയിരുന്നു. ആനയില്ലാത്ത ശീവേലി കാരണം ആദ്യം ഒരു സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനയെ ഏക്കത്തിനെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കാരണം
ആനയില്ലാത്ത കീഴ്ശാന്തിയാണ് തിടമ്പെടുത്ത് നടക്കുന്നത്. 3 പ്രദക്ഷിണം തന്നെയാണ്. ഇന്നിപ്പോൾ അതും ചടങ്ങ് തന്നെയായിട്ട് നടന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ശകലങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അതേപോലെ അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും എന്നെ ഏത് സമയത്ത് ശ്രവിച്ചാലും ശ്രവിക്കുന്ന സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് എന്ന് മനസ്സിലേക്ക് ധരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനെ ദർശിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു അനുഗ്രഹം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.